ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് കെനിയയിലെ റോഡ് സൈഡിലുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ. ഇതിപ്പോൾ കരയിലോട്ട് പോകുന്ന വഴിയോരമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ചെടിച്ചട്ടികളുണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റി ചെടിച്ചട്ടികളുണ്ട്, പിന്നെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. ഇവിടെ കെനിയയിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ചെടികൾ. എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞാൽ വീടായിട്ടൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ തന്നെ ഒത്തിരി ചെടി കാണും കേട്ടോ. അവർ ചെടി നന്നായിട്ട് നോക്കും, ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ആർക്കെങ്കിലും ചെടി ഇഷ്ടമല്ല, ചെടിച്ചട്ടി ഇഷ്ടമല്ല, ഗാർഡനിങ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മേടിച്ചു പോകും. അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ. അതുമാത്രമല്ല, ഒത്തിരി കാർപ്പറ്റ് സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, ഫസ്റ്റ് ഹാൻഡ് ഉണ്ട്. ഏത് വേണമെന്നും നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ മതി. സോഫ ഉണ്ടാവും, കട്ടിലുണ്ടാവും, പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ജിറാഫുകളില്ലേ, ജിറാഫ് വേണമെങ്കിൽ വെക്കാം. മാനുണ്ടാവും, കുതിര, പിന്നെ സീബ്ര, ആനക്കുട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ കൈകൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഴുതി പഠിക്കാൻ പറ്റുന്ന ബോർഡ്, കുറേ സാധനങ്ങൾ. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഈ റൗണ്ടിൽ നല്ല പിങ്ക് ഷെയ്ഡ്, ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു കൊട്ട പോലത്തെ സാധനമുണ്ട് കേട്ടോ. അതെന്തിനാ അത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ വോളിൽ ഹാങ് ചെയ്യാനായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ അത് എന്തിനാണ് ഉപയോഗിക്കണേന്ന് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിള്, കസേരകൾ, കട്ടിലുകൾ, കുഞ്ഞ് പട്ടിക്കൂടുകൾ, പിന്നെ കിളിക്കൂടുകൾ എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ സ്ലോ ആക്കി പോവുകയാണെങ്കിൽ നമുക്ക് വീട് ഭയങ്കര സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ട് വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ പാർക്കിലായിട്ട് ആവശ്യമുള്ള, പിന്നെ വീടിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് പോലെ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ജിക്കോ കിട്ടും, പിന്നെ ബാർബിക്യൂ നടത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ല് കിട്ടും. അങ്ങനെ എല്ലാം എന്തൊക്കെ വേണോ എല്ലാം റോഡ് സൈഡിൽ തന്നെ ഉണ്ട് കെനിയയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു. ഇവർ മിക്കതും ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളാകുമ്പോൾ എപ്പോഴും നല്ല കാശ് കൊടുത്തത് മേടിച്ചോളും. അപ്പോൾ അവരത് അത്രയും കോസ്റ്റ്ലിയാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ബോർഡ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ചെടി വെക്കാൻ ഇപ്പോൾ തട്ടായിട്ട് കുഞ്ഞു പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ചോമ ചെയ്യുന്ന സാധനങ്ങൾ, ചോമ എന്ന് പറയുമ്പോൾ നമുക്ക് ബീഫ് ചോമ ചെയ്യാം, മട്ടൻ ചോമ ചെയ്യാം, അല്ലെങ്കിൽ ചോളം ചോമ ചെയ്യാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റണ കുഞ്ഞു ഊഞ്ഞാലുകൾ, എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു ഹട്ട് പോലെയൊക്കെ വെക്കാൻ പറ്റണമെങ്കിൽ അത്. കരയൻ ഭാഗത്തൊക്കെ കുറേ ഫോറിനേഴ്സ് വന്നിട്ട് അവർ സെറ്റിലായിട്ടുണ്ട്. ഞാൻ ഇന്നാൾ കരയൻ ഹബ്ബ് കാണിച്ചപ്പോൾ കണ്ടില്ലേ, അവിടെ വന്നത് കൂടുതൽ ഫോറിനേഴ്സാണ്. അവർ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് വേണ്ടത്. അത് കരയൻ പെർഫെക്റ്റ് ആണ് കേട്ടോ. പീസ്ഫുള്ളായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കരയൻ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവർ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം മേടിക്കും, അതിൻ്റെ ഒരു വലിയ വീട് വയ്ക്കും, കുറേ ഗാർഡൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഉദ്ദേശിച്ചാണ് ഇത് മെയിനായിട്ടും ഇവരിവിടെ വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവരാകുമ്പോൾ എന്തോരം കാശ് കൊടുത്തിട്ടാണെങ്കിലും ഇതെല്ലാം മേടിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. ഈ റോഡൊക്കെ നോക്കിക്കാൻ നല്ല ക്ലീൻ റോഡല്ലേ. കരേന് പോണ വഴിക്കൊക്കെ ഇങ്ങനെ ചെടികളും ഇങ്ങനത്തെ വാണിജ്യ സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ടൂ റിവേഴ്സിന് പോണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. നിറയെ തണൽ മരങ്ങളാണ്. അപ്പോൾ നല്ല ഇരുട്ടിയിരിക്കും, നല്ല മഴക്കാറ് പിടിച്ച പോലെ, നമുക്ക് തണുപ്പുള്ള പോലെ. നമ്മളിപ്പോൾ അവിടെ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ AC ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ വിൻഡോ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല AC പോലെ ആയിരിക്കും, അത്രയും തണുപ്പാണ് കേട്ടോ. അപ്പോൾ ടൂ റിവേഴ്സിന് പോകുന്ന റോഡ് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റ് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. പിന്നെ ഇവർക്കൊരു ഗുണമുണ്ട് കേട്ടോ, ഇവരെ കൊണ്ട് തന്നെ ചെടി നട്ട് മേടിപ്പിക്കണം. അതിന് നല്ല മണ്ണൊക്കെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടാകും, കറുത്ത മണ്ണ്, ചുമന്ന മണ്ണൊക്കെ. അവർ തന്നെ നട്ട് നമുക്ക് തരുവാണെങ്കിൽ ആ ചെടി നന്നായിട്ട് വളരും കേട്ടോ. നമ്മൾ നടനേക്കാളും പെർഫെക്റ്റായിട്ട് അവർ നടുക. അവരുടെ കൈപ്പുണ്യമാണോ അതോ ഈ മണ്ണിൻ്റെ ഗുണമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കാണാം.